വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബ് ചാനലുള്ള ആളുകൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ സെർച്ചബിൾ ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ടാഗ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ആണെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നിങ്ങൾ AHREFS സ്പേസ് SEO സ്പേസ് TOOL എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ഗൂഗിൾ ക്രോം മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കുക. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് കാണുന്ന SEO ടൂൾ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഈ വെബ്സൈറ്റിൽ ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ അതൊന്നും സെലക്ട് ചെയ്യാതെ സൈൻ ഇൻ ചെയ്യാതെ നിങ്ങൾ അടിയിലേക്കായിട്ട് സ്ക്രോൾ ചെയ്യുക. ഈ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് കീവേഡ് ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങൾക്ക് കൺട്രി സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ ഏത് രാജ്യത്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആണ്. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ കണ്ടൻറ്റിന് ആസ്പദമായിട്ടുള്ള ഒരു കീവേഡ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ചിക്കൻ ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ ബിരിയാണി എന്ന് സെലക്ട് ചെയ്ത ശേഷം നമ്മളൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആ ചിക്കൻ ബിരിയാണിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കീവേഡ്സുകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീവേഡ്സുകൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ വോളിയം എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു മാസം എത്രമാത്രം ഈ കീവേഡ്സ് സെലക്റ്റബിളായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്കൊരു കീവേഡ്സ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ടാഗുകൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ടാഗ്സുകളായിട്ടും കൊടുക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് വേറൊരു കീവേഡൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫാസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. നമ്മളിവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഒരുപാട് കീവേഡ്സുകൾ സെലക്ട് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ സെലക്ട് ആയിട്ടുള്ള കീവേഡ്സുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് സെലക്റ്റീവായിട്ട് ആയിട്ടുള്ള കീവേഡ്സ് നോക്കിയിട്ട് നമുക്ക് അതിന് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് സെലക്ട് ആയിട്ടുള്ള അതിനാസ്പദമായിട്ടുള്ള കീവേഡ്സ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ടാഗായിട്ടും കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ സെർച്ചിൽ അതുപോലെ തന്നെ ടാഗ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഗ്രോത്ത് കൂടാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.